നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീടിന് പുറത്തായി. ഇതേ വീടതാണ്. അവർ പെയിൻ്റ് അടിക്കുമായതുകൊണ്ട് അതുകൂട്ടി അമ്മയും വീടിൻ്റെ പുറത്തായി. ഞങ്ങൾ പുറത്ത് വന്നിരിക്കുവാണ് കേട്ടോ. നാളെ തൊട്ടേ തെറാപ്പി ഉള്ളൂ. നാളെ തൊട്ട് ഞങ്ങൾ തെറാപ്പിക്കൊക്കെ പോകും അല്ലേ? ഞങ്ങൾ രണ്ടും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടേ പുറത്ത് വന്നിരിക്കുമോ അമ്മയും കുഞ്ഞും കൂടി. ഞങ്ങൾ പുറത്ത് വന്നിരിക്കുമോ? അയ്യോ, പുറത്ത് വന്നിരിക്കുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കഴിഞ്ഞ് ഇനി പണിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. വേറെ വിശേഷമൊന്നും ഇല്ല. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഒന്നുമില്ലെന്നേ, വിശേഷമൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാതിരിക്കുക. അതുകൊട്ടിക്കേ അമ്മ നിലത്ത് വെക്കാതെ കൊണ്ടുപോയി നടക്കുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. അമ്മ പുറത്തിരുത്തിയല്ലേ കുഴപ്പമുള്ളൂ. ഇനിയിപ്പം ഇന്നലെ നമുക്ക് 2 ബെഡ്റൂമും ഒരു സിറ്റ് ഔട്ടുമാണേ. ഇന്നലെ അതിപ്പം ബെഡ്റൂമും സിറ്റ് ഔട്ടും അടിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇനി ഹാളും അടുക്കള അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കള കയറിയാലും പണിയൊന്നും പറ്റിയില്ല, എവിടെയും കയറാനും പറ്റിയില്ല, പെയിൻറ്റിൻ്റെ മണവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, 2 പേരും കൂടി പുറത്ത് വന്നിരുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അമ്മയും കുഞ്ഞും കൂടി. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്ത് വന്ന് 2 പേരും കൂടി ഇരിക്കുവാണ് കേട്ടോ, അല്ലേ? ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുവാണ്, കാറ്റൊക്കെ കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല കാറ്റാ. അതുട്ടിക്ക് പനി വന്നു പോയിട്ട് ഇപ്പോൾ ഫുഡൊന്നും വേണ്ടേ. അതുട്ടിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് പനിയായിരുന്നു കേട്ടോ. ഒരു ദിവസമേ പനിച്ചുള്ളൂ, പക്ഷേ ഫുഡൊന്നും വേണ്ട. മേലും കൈയും വേദനയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ രാവിലെയൊക്കെ ഇപ്പം മറ്റേ നമ്മുടെ റാഗിയില്ലേ, റാഗി പാലൊക്കെ ഒഴിച്ചിട്ട് കുറുക്കി കൊടുക്കുവാണേ, അന്നേരം കഴിക്കും. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ചോറും ഉപ്പ് വേണ്ട കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ കാലേ ആദ്യമേയൊക്കെ ഒരുപാട് ഇതായി പോകുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിട്ട് കാലൊക്കെ അതെ 2 നേരെയൊക്കെ വെക്കാൻ തുടങ്ങി. കാല് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം അമ്മേനെയും എടുത്ത് പൊക്കി നിലത്തിട്ടിട്ട് പോകും. പിന്നെ സൗണ്ട് വെച്ചിട്ട് പാട്ടിൻ്റെ സൗണ്ട് ഇവിടെ വരെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എനിക്ക് സൗണ്ട് കുറച്ച് അച്ചയെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ സ്റ്റിച്ച് എടുത്തിട്ട് ഇന്നലെ ഉണ്ണിക്കുട്ടന് പോയി സ്റ്റിച്ച് എടുത്തു. ഉണ്ണിക്കുട്ടനെ യാതൊരു കുഴപ്പമില്ല. ഉണ്ണിക്കുട്ടൻ ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. ഉണ്ണിക്കുട്ടൻ വേദനയെല്ലാം മാറി. പിന്നെ 1 മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ 1 മാസം റെസ്റ്റിന് എന്തായാലും വീട്ടിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൊച്ചിന് വീട്ടിൽ ഇരുന്നിരുന്ന് മടുത്തു കേട്ടോ. ഉണ്ണിക്കുട്ടന് വീട്ടിൽ ഇരുന്നിരുന്ന് മടുത്തു. എന്താ കുറുക്ക് കുടിച്ചതിൻ്റെ വീട്ടിൽ ഇരുന്ന് മടുത്തു. അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോകുകയെന്ന് കേട്ടോ പറഞ്ഞത്. ഉണ്ണിക്കുട്ടൻ 2-3 ദിവസം കഴിയുമ്പോൾ തൊട്ട് സ്കൂളിൽ പോവുക. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ അവരോട് വിളിച്ച് പറഞ്ഞിട്ട് ലഞ്ച് ബോക്സ് സ്കൂൾ ബസ്സിൽ കൊടുത്തു വിടാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാഗൊക്കെ സ്കൂൾ ബസ്സിന് കൊടുത്തു വിടണം. ഉണ്ണി ലൈൻ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഉണ്ണിക്കുട്ടൻ ലൈൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അവനങ്ങനെ പൊക്കോളും. സാധനങ്ങളൊക്കെ ഇനി നാളെ തൊട്ടെങ്ങാനും കൊടുത്തു വിടണമെന്ന് വിചാരിച്ചിരിക്കുവാണേ. ഞങ്ങൾ പുറത്തായി. ഇപ്പോൾ അമ്മയും കൊച്ചൊക്കെ വീടിൻ്റെ പുറത്തായി. അപ്പോൾ ആദൂട്ടിയുടെ വിശേഷങ്ങളും വീട് കാണിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ ആദൂട്ടിയുടെ വീട്. ഇതാണ് കണ്ടോ. നമുക്കിവിടെ അടുത്തടുത്ത് വീടാണ്. ഇപ്പോൾ കാണുന്ന ഈ കതക് ഗേറ്റ് തുറന്നിട്ടേക്കുന്ന വീടാണ് ആദൂട്ടിൻ്റെ. അപ്പുറത്തെ നീലപ്പെയിലും അത് ആദൂട്ടിൻ്റെ വീട് തന്നെയാണ് കേട്ടോ. തൊട്ട് മുറ്റത്ത് വീടാണ്. ഇത് ഉണ്ടോ, അങ്ങ് വരെ വീടാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളൊരു വീട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കയറിയിരിക്കുവാണ് കേട്ടോ. ഇവിടെ വന്ന് ഈ സ്റ്റെപ്പേൽ ഇങ്ങനെ ഇരുന്നാണ്. ഞങ്ങളൊരു ഷോട്ടൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അമ്മയും കൊച്ചും കൂടി ഇങ്ങ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാം, നമ്മുടെ വിശേഷമൊക്കെ. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ലൈവ് ഇപ്പോൾ 2 ദിവസമായിട്ട് വരുന്നത് 5 മണിക്കാണ് കേട്ടോ. ഇന്നലെ തൊട്ട് 5 മണിക്കാണ്, ഇന്നും 5 മണിക്കാണ്. അപ്പോൾ നാളെ ഞാൻ 3 മണിക്ക് വരാൻ പരമാവധി നോക്കും. പറ്റുമോയെന്നറിയില്ല. എന്തായാലും 3 മണിക്ക് വരാൻ വേണ്ടി ഞാൻ പരമാവധി നോക്കും കേട്ടോ. പിന്നെ ആദൂട്ടിനെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു അമ്മയാണ് എല്ലാം ചെയ്തു തരുന്നതൊക്കെ. ഒരു അമ്മ വന്നിട്ടുണ്ട് പണിക്ക്. അപ്പോൾ അമ്മ എല്ലാം ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. വലിയൊരു പണി എനിക്കില്ല കേട്ടോ. അമ്മ എല്ലാം ചെയ്യുവേ. എനിക്ക് ആദൂട്ടിനെ വെച്ചിട്ട് പൊടിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുമാവേനെ എവിടെയും കിടത്താനും പറ്റിയല്ല. അതുകൊണ്ട് ഭയങ്കര പാട്. പിന്നെ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് 4 കൊല്ലമായിട്ടോ. ഇത് 5ാമത്തെ കൊല്ലമാണ്. അപ്പം വീട് മൊത്തം നാശമായി. അപ്പോൾ അവർ പെയിൻ്റ് അടിക്കുവാണ് കേട്ടോ. അവരങ്ങനെ അവരുടെ വീടല്ലേ, വീട് നാശമായി പോത്തില്ലേ. അപ്പോൾ അങ്ങനെ വീട് പെയിൻ്റ് അടിക്കുവാണ്. ഞങ്ങൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനും അമ്മയും പുറത്ത് അല്ലേ. ഞാനൊന്ന് കുഞ്ഞാവയും പുറത്താണേ. എൻ്റെ കുഞ്ഞാവ ഇത്. പിന്നെ ആദൂട്ടിയിലെ ചിരി കാണണം ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. ചിരി കാണണം, സന്തോഷം കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. കൊഞ്ചുവാ അമ്മേനോട്. കൊഞ്ചുവാണ് അമ്മേനോട്. ആണോ ആദൂട്ടി അമ്മേനോട് കൊഞ്ചുവാണോ? ആണോ? അപ്പോൾ ഇതാണ് കേട്ടോ. കുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്നു കേട്ടോ.
പാതുട്ടിയുടെ അച്ഛ പെയിന്റ് അത് ഉരച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. അയ്യോ എടുക്ക എടുക്കാൻ വേണ്ടിയിട്ട് ആദൂട്ടി ഒന്നും പറഞ്ഞ അച്ഛനെ വിളിക്കണം. അച്ഛൻ പോയി അച്ഛൻ്റെ വേത്ത് പോയി മൊത്തം പെയിൻറ്റ് നമ്മുടെ വേത്ത് പറ്റും. നമ്മൾ പണീന് സ്കൂട്ടായി ഇവിടെ നിൽക്കുവാണ്. എവിടെ പണി ഉണ്ടല്ലോ അവിടെ നിന്ന് ഞാനും ആദൂട്ടി വലിയ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല അമ്മയ്ക്കും കൊച്ചിനും. അതുകൊണ്ട് ഞങ്ങൾ പറയാം അയ്യോ മടിച്ചാന്നും ആരും വിചാരിക്കരുത് കേട്ടോ, ഇഷ്ടംപോലെ പണിയെടുക്കുന്നതാണ്. പക്ഷേ കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അവന് കെമിക്കലിൻ്റെ എന്തെങ്കിലും അടിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അവൾ പണിയെടുക്കാൻ നേരത്തെ മുങ്ങി നടക്കുമോ അങ്ങനെ വിചാരിക്കരുത്. കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പണിയെടുക്കുന്നതിന് കുറേ ലിമിറ്റുകളുണ്ട് കേട്ടോ, അതുട്ടി ഉള്ളതുകൊണ്ട്. കാരണം അവൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ പെയിൻറ്റിനകത്ത് പോയിട്ട് ഒന്നിനും ആ പരിസരത്തേക്ക് പോയിട്ടുണ്ട് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് ഞങ്ങൾ പോകത്തില്ല. എന്നെ വായിക്കൂടി ഇപ്പോൾ വെള്ളം ഒഴിച്ചിന്. പിന്നെ വേറെന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിച്ചു അല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റിയതുകൊണ്ട് അടുത്തുള്ള വീട്ടിൽ വന്നിരുന്നിട്ട് ഞങ്ങളുടെ ചെറിയ വിശേഷമാണ്. അച്ഛ ഇതേ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ വീട്ടിൽ പോയി നിൽപ്പുണ്ട്. അമ്മയും കൊച്ചും കൂടി അടുത്തുള്ള വീട്ടിൽ നിൽപ്പുണ്ട്. ഓ പിന്നെ അങ്ങനെയാട്ടോ. പിന്നെ അച്ഛനെ കണ്ട ഇപ്പോൾ പോകണം. ഇപ്പോൾ ആദ്യമൊന്നും ഇത്രയും വലിയ യോ പൊട്ടും. ആദ്യം ഇത്രയും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ നോക്കും ഒച്ച എടുക്കുന്നില്ല. അപ്പം ഇങ്ങോട്ട് ഒന്ന് അടുത്ത് വന്നിക്ക്. പൊടിയാണോ? അടുത്ത് വന്നിക്ക്. അതോട്ട് പിന്നെ അച്ഛനെ കണ്ടാ പിന്നെ വരുന്നൊരു സന്തോഷം. കള്ളത്തരം അച്ഛനെ കണ്ടാ പിന്നെ കള്ളത്തര. അച്ഛനെ കണ്ടാലേ അച്ഛൻ നിൽക്കുന്നു. ഞാൻ കാണുന്നില്ലേ? അച്ഛനെ കണ്ടാ പിന്നെ കള്ളത്തരമാണ്. കള്ളത്തരം അല്ലേ? ഹലോ ഞാൻ കള്ളത്തരാണല്ലോ അച്ഛനെ കണ്ടാലേ. അങ്ങനെ നമ്മൾ ഇരിക്കുവാട് അല്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്ന് വീഡിയോ അടിച്ചു വേണം. അതുകൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ കിടന്നു കേട്ടോ. അതുകൊണ്ടിക്ക് ഭയങ്കര മടി, ഇരിച്ചാനൊക്കെ മടി. അപ്പം ഉടക്കവും വരുന്നുണ്ട്. കുഞ്ഞു വാവിച്ച് ഉണ്ണിച്ചേട്ടൻ അവിടെ കിടക്കുവാണ്. ഉണ്ണിച്ചേട്ടൻ പെരുകാത്ത കിടപ്പുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ ഇവിടെ കിടക്കുവാണ്. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പെരക്കകത്തേക്ക് കൊണ്ട് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഹരിതകർമ്മസേന വന്നു കേട്ടോ. നമ്മൾ വീഡിയോ ഒന്ന് നിർത്തിയത് വെറുതെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഒന്നരാടം വീഡിയോ എന്ന് പറഞ്ഞു. അത് നമുക്ക് ഇപ്പം തൽക്കാലത്തെ ഈ പണി കൊണ്ടാണ്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എന്തായാലും ഒന്നരാടം നമ്മൾ വീഡിയോ ഇടും കേട്ടോ. അങ്ങനെ മുടങ്ങി പോകുമൊന്നുമില്ല. പിന്നെ വേറെന്താണ്? ചിരിച്ചുമ്പോൾ അമ്മ ചിരിച്ചുമ്പോൾ കുഞ്ഞ് ചിരിച്ചു. ഇപ്പോഴത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കുടിയമ്മയുടെ അവസ്ഥ. ഞാനും ഒരു കടി വെച്ച് കൊടുക്കട്ടെ. അമ്മ ഒരു കടി വെച്ചാത്ത തിരക്കകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അധികം താമസിക്കാതെ ഹോം ടൂറായിട്ട് വരുന്നതായിരിക്കും. ഒത്തിരി താമസമൊന്നുമില്ല. ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ബാങ്ക് വിളി കഴിയട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരുന്ന് ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതാണ്. അതിന് ഉണ്ണിക്കുട്ടൻ കുഴപ്പമില്ല. ഉണ്ണിക്കുട്ടൻ അവിടെ കിടപ്പുണ്ട്. ആദൂട്ടീനിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ ആദൂട്ടീനിപ്പോൾ അവിടെ കിടക്കും. പണിയും തിരക്കും എല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഒന്നുമില്ലാത്ത. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ലൈവ് നമ്മൾ 5:45 വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്നേഹം മാത്രം. പിന്നെ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും ഉണ്ടാകണം. അപ്പം നാളെ കാണുന്നത് വരെ ബൈ ബൈ.